ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീരീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ, തേങ്ങയൊന്നും ചേർക്കാതെ, തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ചിക്കൻ കുറുമയാണ് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യും നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കുറുമ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ചിക്കൻ അല്പനേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം, അതിന് വേണ്ടിയിട്ടാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പനേരം, ഒരു 15 മിനിറ്റ് നേരം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് എടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇങ്ങനെ ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഒരുപാട് ഫ്രൈ ആയിട്ട് വരണ്ട. ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്കിതെല്ലാം മാറ്റിയെടുക്കാം. ഞാനിതിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും എടുത്തപ്പോൾ. കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ. നാരങ്ങാനീരും ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പീസസും ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്ക്. ചിക്കൻ പീസസ് എല്ലാം ഞാനിവിടെ വറുത്ത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേ എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം, ഓൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ സാജീരകമാണ്. സാധാരണ ജീരകം, ചെറിയ ജീരകമൊന്നും അല്ല ഇത്, സാജീരകമാണ് ചേർക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രാമ്പൂ, പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, ഒരു 3 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു ബേലീഫും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സവാളയെല്ലാം സോട്ടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര മിക്സ് ചെയ്യുകയാണ്. ഈ തൈരിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തൈരും പഞ്ചസാരയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാണ് നമ്മൾ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിൻ്റെ ഈ മസാലയിലെല്ലാം കിടന്ന് നല്ലോണം ചിക്കനെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം ഫുൾ ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക്.
നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരല്പം നേരം കുക്ക് ചെയ്യാം. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഈ സമയം നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് തിക്കായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തത്. ഫുൾ ക്രീം ചേർക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. എരിവ് വേണമെങ്കിൽ നമുക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്തുള്ളൂ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് നമ്മൾ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇത് അല്പം നേരം ഒന്ന് കുക്കാവട്ടെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡിയായി വരുന്നു. അത് നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ട്. എല്ലാം നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയല്ല ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മല്ലിയല്ല മുള്ളൊന്ന് തൂവിട്ട് ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേഗം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക. ഇത് അപ്പത്തിൻ്റെ ഒപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും till then take care, bye.